ചാപ്റ്റർ 9 ആണ് ഉള്ളത്. ഇഫ് എ സെൽസ് ആൻ ആർട്ടിക്കിൾ ടു ബി അറ്റ് എ ഗെയിൻ ഓർ ലോസ് ഓഫ് M% and B sells it to C at a gain or loss of N%, then the resultant profit or loss percent is given by M plus N plus Mn by 100, where M or N is negative if it is indicated loss, otherwise it is positive. എ എന്ന് പറയുന്നത് ഒരു സാധനം ബിക്ക് കൊടുക്കുകയാണ്. അറ്റ് ഗെയിൻ ഓർ ലോസ്, അതിൻ്റെ പെർസെൻറ്റ് തന്നിട്ടുണ്ട് M%. ബി എന്ന് പറയുന്നത് ബി സിക്ക് കൊടുക്കുന്നു ഗെയിൻ ഓർ ലോസ് N%. ദെൻ ദ റിസൾട്ടൻ്റ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത് M plus N plus Mn ഡിവൈഡ് ബൈ 100 ആണ്. വെയർ M or N ഈസ് നെഗറ്റീവ് ഇഫ് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റ് ഈ M o N നെഗറ്റീവ് ആണെങ്കിൽ അത് ലോസിനെ ഇൻഡിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്താ പ്രോഫിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. A sells a horse to B at a profit of 5% and B sells it to C at a profit of 10%. Find out the resultant profit percentage. Okay, we have M is equal to 5 എന്നും N is equal to 10 എന്നും തന്നിട്ടുണ്ട്. റിസൾട്ടൻ്റ് പ്രോഫിറ്റ് M plus N plus Mn by 100. റിസൾട്ടൻ്റ് പ്രോഫിറ്റ് ഇപ്പോൾ കിട്ടിയേക്കുന്നത് പോസിറ്റീവായിട്ടാണ്. ഇനി മനോജ് സെൽസ് ഷർട്ട് ടു യോഗേഷ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 15% ആൻഡ് യോഗേഷ് സെൽസ് ഇറ്റ് ടു സുരേഷ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 10% ആൻഡ് ദി റിസൾട്ടൻ്റ് പ്രോഫിറ്റ് ഓർ ലോസ് എത്രയാണ് കണ്ടുപിടിക്കുക. ഇപ്പോൾ M15, N എന്ന് പറയുന്നത് ലോസ് ആയതുകൊണ്ട് മൈനസ് കൊടുക്കണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എമ്മും എന്നും പോസിറ്റീവ് ആവുന്നത് നെഗറ്റീവ് ആവുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിന് -10 കൊടുക്കണം. റിസൾട്ടൻ്റ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത് M plus N plus Mn ഡിവൈഡ് ബൈ 100. അപ്പോൾ അതിട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിയുമ്പം 7/2% എന്ന് കിട്ടും, ഓർ 3.5%, വിച്ച് ഈസ് എ പ്രോഫിറ്റ്. സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയതുകൊണ്ട് പ്രോഫിറ്റാണ്. വെൻ ടു ഡിഫറെൻറ്റ് ആർട്ടിക്കിൾസ് ആർ സോൾഡ് അറ്റ് ദി സെയിം സെല്ലിംഗ് പ്രൈസ്, ഗെറ്റിംഗ് ഗെയിൻ ഓർ ലോസ് ഓഫ് X% ഓൺ ദി ഫസ്റ്റ് ആൻഡ് ഗെയിൻ ഓർ ലോസ് ഓഫ് Y% ഓൺ ദി സെക്കൻഡ്, then the overall percentage gain or loss in the transaction is given by two different articles are sold at the same selling price. രണ്ട് സാധനങ്ങൾ ഒരേ സെല്ലിംഗ് പ്രൈസ് വിറ്റു. അപ്പോൾ നമുക്കൊരു ലോസോ ഗെയിനോ ഉണ്ടായി X% ഓൺ ദി ഫസ്റ്റ് ആൻഡ് രണ്ടാമത്തേതിൽ Y% ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഓവറോൾ ഗെയിൻ ഓർ ലോസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുലയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ഫോർമുല എന്ന് പറയുന്നത് വെൻ ടു ഡിഫറെൻറ്റ് ആർട്ടിക്കിൾസ് ആർ സോൾഡ് അറ്റ് ദി സെയിം സെല്ലിംഗ് പ്രൈസ് ഗെറ്റിംഗ് എ ഗെയിൻ ഓഫ്. ഇപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ആർട്ടിക്കിൾസ് സെയിം സെല്ലിംഗ് പ്രൈസിൽ കൊടുത്തു, ഗെറ്റിംഗ് എ ഗെയിൻ ഓഫ് X% കിട്ടി ഓൺ ദി ഫസ്റ്റിൽ X% ഗെയിൻ കിട്ടി, ആൻഡ് ലോസ് ഓഫ് X% ഓൺ ദി സെക്കൻഡ് ആയി. ദെൻ ദി ഓവറോൾ പെർസെൻറ്റേജ് ലോസ് ഇൻ ദി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് X/10 ദി ഹോൾ സ്ക്വയർ പെർസെൻറ്റേജ് എന്ന് കിട്ടും. നോട്ട് ദാറ്റ് ദിസ് ഈസ് ഓൾവേസ് ലോസ്. ഓക്കെ, ഇതെപ്പോഴും സെക്കൻഡ് ഓവറോൾ ലോസ് ഇൻ ദ ഓവറോൾ പെർസെൻറ്റേജ് ലോസ് ഇൻ ദിസ് ട്രാൻസാക്ഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതെപ്പോഴും ലോസ് തന്നെ ആയിരിക്കുമല്ലോ. മഹേഷ് സോൾഡ് 2 സ്കൂട്ടേഴ്സ് ഈച്ച് ഫോർ 24,000. ഇഫ് ഹി മേക്സ് 20% profit on the first and 15% loss on the second, what is his gain or loss percentage in the transactions? ഹിയർ X 20 ആണ്, Y -15 ലോസ് ആയതുകൊണ്ട്. അപ്പം ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്നത് നെഗറ്റീവാണ്, അപ്പോൾ ലോസ് തന്നെയാണ്. രാജേഷ് സോൾഡ് 2 ഹോഴ്സസ് ഫോർ ₹990, ഈച്ച് ഗെയിനിങ് 10% ഓൺ ദി വൺ ആൻഡ് ലൂസിങ് 10% ഓൺ ദി അതർ. ഫൈൻഡ് ഔട്ട് ഹിസ് ടോട്ടൽ ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റേജ്. ഹിയർ X 10 ആണ്, ഓവറോൾ ലോസ് X/10 സ്ക്വയറിൻ്റെ പെർസെൻറ്റേജ് ആണ്, ഇപ്പോൾ 1% ആണ്. എ മർച്ചൻ്റ് യൂസസ് faulty measure and sells his goods at gain or loss of X%, the overall percentage or gain or loss is given by. ഇപ്പോൾ ഒരു മർച്ചൻ്റ് ഫോൾട്ടി മെഷേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് സെൽസ് ഹിസ് ഗുഡ്സ് അറ്റ് ഗെയിൻ ഓർ ലോസ് X% ആണ്, ആൻഡ് ഓവറോൾ പെർസെൻറ്റേജ് ഓഫ് ഗെയിൻ ഓർ ലോസ് എന്ന് പറയുന്നത് 100 + G ഡിവൈഡ് ബൈ 100 + X ഈക്വൽ ടു ട്രൂ മെഷർ ബൈ ഫോൾട്ടി മെഷർ. അത് കണ്ടുപിടിക്കുന്നതിനുള്ളത്. എ മർച്ചൻ്റ് യൂസസ് Y% ലെസ് വെയ്റ്റ് or length and sells his
goods at gain or loss of x percentage, the overall percentage gain or loss is given by y plus x by 100 minus y into 100. Okay. A merchant uses y percentage less weight or length and sells his goods at gain or loss of x percentage. The overall percentage of gain or loss is given by a dishonest shopkeeper professes to sell cloth at the cost price, but he uses 40 meter road. അപ്പം ഇതിനകത്തിൽ ഈ കള്ളത്തരം കാണിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോർമുലയാണ്. ഓക്കെ, അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നതെന്നറിയാവോ, കോസ്റ്റ് പ്രൈസിൽ തന്നെ സാധനം വിൽക്കുന്നത്, പക്ഷേ അയാൾ ഇതിനകത്ത് ലെങ്ത് കുറച്ച് വിൽക്കുന്നു എന്നാണ് ഫോർമുലയിൽ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെയും കോസ്റ്റ് പ്രൈസിൽ തന്നെയാണ് വിൽക്കുന്നത്, പക്ഷേ 40 മീറ്റർ റോഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കള്ളത്തരത്തിലൂടെയാണ് അത് ലെങ്ത്ത് കുറച്ച് വിൽക്കുകയും ചെയ്യും. അപ്പോൾ മീറ്റർ റോഡ് 95 സെൻറ്റിമീറ്ററേ അത് മെഷർ ചെയ്യത്തുള്ളൂ, പക്ഷേ നമ്മളോട് പറയും അത് കോസ്റ്റിൽ തന്നെയാണ് വിൽക്കുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ അയാൾക്ക് ലാഭമൊന്നുമില്ല, പക്ഷേ അയാൾ ഇത് ലെങ്ത്ത് കുറച്ച് വിൽക്കുന്നതുകൊണ്ട് അയാൾക്ക് കള്ളത്തരത്തിലൂടെ ലാഭമുണ്ട്. അപ്പം 100 എന്നുള്ളത് ഫാൾസ് മെഷറായ 95 ആണ് എടുത്തിരിക്കുന്നത്. അപ്പം കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ എപ്പോഴും നമ്മൾ എക്സ് 0 ആയിട്ട് എടുക്കണം. ഓക്കെ, ഓവറോൾ ഗെയിൻ എന്ന് പറയുന്നത് 100 പ്ലസ് ജി ഡിവൈഡഡ് ബൈ 100 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു ട്രൂ മെഷർ ബൈ 40 മെഷർ എന്നുള്ള ആദ്യത്തെ ഫോർമുല യൂസ് ചെയ്യുക. 100 പ്ലസ് ജി ബൈ 100 പ്ലസ് എക്സ് 0 ആണ്, 100 ബൈ 95. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 5 ആൻഡ് 5 ബൈ 90 എന്ന് കിട്ടും. A dishonest shopkeeper professes to sell his goods at cost price, but he uses a weight of 800 gram for the kilogram weight. Find out his gain percent. True measure 1000 ആണ്. എന്താ ഡിസ്ഹോണസ്റ്റ് ഷോപ്പ്കീപ്പർ എന്ത് ചെയ്യുന്നു, കോസ്റ്റ് പ്രൈസിൽ വിൽക്കുന്നുണ്ട്, പക്ഷേ 800 ഗ്രാമാണ് അയാൾ ഒരു കിലോ എന്ന് പറഞ്ഞ് വിൽക്കുന്നത്. അതിൻ്റെ ഗെയിൻ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. ട്രൂ മെഷർ 1000 ആണ്, ഫോൾസ് മെഷർ 800 ആണ്, എക്സ് 0 ആയിട്ടാണ് എടുക്കേണ്ടത്. ഓവറോൾ ഗെയിൻ പെർസെൻറ്റേജ് ഈസ് ഗിവൺ ബൈ 100 പ്ലസ് ജി ബൈ 100 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു ട്രൂ മെഷർ ബൈ ഫോൾസ് മെഷർ. ആൻസർ കിട്ടും 25%. ഷോപ്പ്കീപ്പർ സെൽസ് ഗുഡ്സ് അറ്റ് 44% ലോസ് ഓൺ കോസ്റ്റ് പ്രൈസ്, ബട്ട് യൂസസ് 30% ലെസ് വെയ്റ്റ്. വാട്ട് ഈസ് ഹിസ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഓർ ലോസ്? ഹിയർ ഗുഡ്സ് 44% ലോസാണ്, കോസ്റ്റ് പ്രൈസിനേക്കാളും വെച്ച് നോക്കുമ്പോൾ 44% ലോസാണ്, ബട്ട് യൂസസ് 30% ലെസ് വെയിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ലോസ്, പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കുന്നത് എങ്ങനെ ചെയ്യും? എക്സ് ഈസ് ഈക്വൽ -44, വൈ എന്ന് പറയുന്നത് 30 ആണ്. ഓവറോൾ ഗെയിൻ ഓർ ലോസ് വൈ പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 100 മൈനസ് വൈ ഇൻറ്റു 100. 30 മൈനസ് 44 ഡിവൈഡ് ബൈ 100 മൈനസ് 30 ഇൻറ്റു 100. അപ്പോൾ -14/70 ഇൻറ്റു 100 -20 എന്ന് കിട്ടും. ലോസാണ്, നെഗറ്റീവാണ്. എ പേഴ്സൺ ബൈസ് 2 items for rupees A and sells one at a loss of L% and the other at a gain of G%. If each item was sold at the same price, then the cost price of the item sold at a loss A into 100 plus percentage gain divided by 100 minus percentage of loss plus 100 plus percentage of gain. The cost price of the item sold at gain A into 100 minus percentage loss divided by 100 minus percentage of loss plus 100 plus percentage of loss. Ramesh buys 2 books for rupees 410. He sells one at a loss of 20% and the other at a gain of 25%. If both the books are sold at the same price, find out the cost price of 2 books. Cost price of the book sold at a loss of 20% is equal to 410. Ramesh buys 2 books for 410. He sells ഒരെണ്ണം 20%. ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്നറിയാമോ, ഒരാൾ 2 ഐറ്റംസ് വാങ്ങിക്കുന്നുണ്ട് റുപ്പീസ് എ ആൻഡ് സെൽസ് ഒരെണ്ണം ലോസിലാണ് വിൽക്കുന്നത് L%, അടുത്തത് ഗെയിനിലാണ് വിൽക്കുന്നത് G%. ഇഫ് ഈച്ച് ഐറ്റം വാസ് സോൾഡ് അറ്റ് ദി സെയിം പ്രൈസ്, 2 ഐറ്റവും
സെയിം പ്രൈസിൽ തന്നെയായിരുന്നു വിൽക്കുന്നതെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ദി ഐറ്റം സോൾഡ് അറ്റ് ലോസ്. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദി ഐറ്റം സോൾഡ് അറ്റ് ലോസ് എന്ന് പറയുന്നത് എത്ര വരും? A ഇൻറ്റു 100 പ്ലസ് പെർസെൻറ്റേജ് ഗെയിൻ ഡിവൈഡഡ് ബൈ 100 മൈനസ് percentage loss plus 100 plus percentage gain. The cost price of the item sold at gain A into 100 minus percentage loss divided by 100 minus percentage loss plus 100 plus percentage loss. Ramesh buys 2 books for 410. 2 ബുക്ക് 410 രൂപയ്ക്ക് മേടിച്ചു. He sells 1 at a loss of ഒരെണ്ണം 20% ലോസിൽ വിറ്റു ആൻഡ് അതർ അറ്റ് 25% ഗെയിനിൽ ആണ് മറ്റേത് വിറ്റത്. ഇഫ് ബോത്ത് ദ ബുക്സ് ആർ സോൾഡ് അറ്റ് ദി സെയിം പ്രൈസ് വിറ്റിരുന്നെങ്കിൽ ഫൈൻഡ് ഔട്ട് ദി കോസ്റ്റ് പ്രൈസ് ഓഫ് ദി 2 ബുക്സ്. കോസ്റ്റ് പ്രൈസ് ഓഫ് ദി 2 ബുക്സ് കണ്ടുപിടിക്കുക. കോസ്റ്റ് പ്രൈസ് ഓഫ് ദി ബുക്ക് സോൾഡ് അറ്റ് എ ലോസ് ഓഫ്, അപ്പം 20% എന്താണ്, ഇഫ് ബോത്ത് ബുക്സ് ആർ സോൾഡ് അറ്റ് ദി സെയിം പ്രൈസ് ഫൈൻഡ് ഔട്ട് ദി കോസ്റ്റ് പ്രൈസ് ഓഫ് ദി 2. കോസ്റ്റ് പ്രൈസ് ഓഫ് ദി ബുക്ക് സോൾഡ് അറ്റ് എ ലോസ് ഓഫ് 20% എത്ര വരും? 410. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഓഫ് ഇഫ് ബോത്ത് ദ ബുക്സ് ആർ സോൾഡ് അറ്റ് ദി സെയിം പ്രൈസ് ദെൻ സോൾഡ് അറ്റ് ദി സെയിം പ്രൈസിലാണ് രണ്ടും വിറ്റിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദി കോസ്റ്റ് പ്രൈസ്, രണ്ടിൻ്റെയും കോസ്റ്റ് പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ബുക്ക് സോൾഡ് അറ്റ് 20% നഷ്ടത്തിൽ വിൽക്കുന്നതിൻ്റെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുമ്പോൾ 250 രൂപ എന്ന് കിട്ടും. കോസ്റ്റ് പ്രൈസ് ഓഫ് ദി ബുക്ക് സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് 25% പ്രോഫിറ്റിൽ വിൽക്കുന്നതിൻ്റെ 410 ഇൻറ്റു അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 160 രൂപ എന്നും കിട്ടും. അപ്പോൾ അതാണ് ഈ കോസ്റ്റ് പ്രൈസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ. If 2 successive discounts on an article are m% and n% respectively, then a single discount equivalent to the 2 successive discounts will be. If 2 successive discounts on an article are m% and n% respectively, if 2 successive discounts, ഒരു ആർട്ടിക്കിളിനകത്തിലുള്ള സക്സസീവ് ഡിസ്കൗണ്ട്സ്, ആദ്യത്തത് m% പിന്നെ n% ഡിസ്കൗണ്ട് കൊടുത്തതിന്, then a single discount equivalent to the 2 successive. ഇപ്പോൾ ഈ ഒരു സിംഗിൾ ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കണം. ഈ 2 ഡിസ്കൗണ്ടിൻ്റെയും കൂടെ ഒരു ഒറ്റ എഫക്റ്റ് വരുന്ന രീതിയിലുള്ള ഒരെണ്ണം കൊടുക്കണമെങ്കിൽ അത് എത്ര ആയിരിക്കും? m+n - m/100%. ഇഫ് 3 സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓൺ ആൻ ആർട്ടിക്കിൾ ആർ, 3 സക്സസീവ് ഡിസ്കൗണ്ട് ഒരു ആർട്ടിക്കിളിനകത്ത് L, M, N, then a single discount equivalent to the 3 successive അതും ഇതേപോലെ തന്നെ ഒരു 3 എണ്ണം വരുമ്പോൾ എങ്ങനെയാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് എ സിംഗിൾ ഡിസ്കൗണ്ട് ഈക്വലൻ ടു 2 സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 10, 20. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. പിന്നെ 3 എണ്ണം വരുന്നതിൻ്റെ അതേപോലെ തന്നെ അതിനകത്ത് ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക. ഞാൻ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആകാതിരിക്കാനാണ് ഇത് ഇത്ര സ്പീഡിൽ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. 2 shops sells bedsheet at the same list price. The first allows successive discount 30, 16 and the second 20, 26. Which discount series is more advantageous to the buyers? അപ്പോൾ അത് ഒറ്റയടിക്ക് രണ്ടുകൂടെ ഒറ്റയടിക്ക് വന്നു കഴിഞ്ഞാൽ എത്ര എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് പ്രത്യേകം കമ്പയർ ചെയ്താൽ മതിയല്ലോ. പ്രത്യേകം 2 സീരീസ് ഓഫ് ഡിസ്കൗണ്ട് വന്നു, 30, 16 പിന്നെ 20, 26. അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ചുള്ള എഫക്റ്റ് എടുക്കുക, രണ്ടിൻ്റെയും പ്രത്യേകം കമ്പയർ ചെയ്യുക. അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. എ ഷോപ്പ് കീപ്പർ സെൽസ് an item of Z after offering a discount of D% on labeled price. Had he not offered the discount, he would have earned a profit of P% on the cost price. The cost price of each item is given by cost price is equal to 100 square A into Z divided by 100 minus D into 100 plus P. Shopkeeper sells an item at rupees Z after offering a discount of D% on labeled price. ഓക്കെ, D% ആണ് ഡിസ്കൗണ്ട്. അത് കൊടുത്തു കഴിയുമ്പോൾ Z റുപ്പീസിലാണ് അത് വിൽക്കുന്നത്. ഹാഡ് ഹി നോട്ട് ഓഫേർഡ് ദ ഡിസ്കൗണ്ട് he would have earned a profit of P+. Had he not offered the discount, he would have earned a profit of P% on the cost price. The cost price of each item is given by. അപ്പോൾ അയാളത് ഓഫർ ചെയ്തില്ലായിരുന്നെങ്കിൽ
അയാൾക്ക് P% പ്രോഫിറ്റ് ഉണ്ടായിരുന്നതിന്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ഈച്ച് ഐറ്റം കണ്ടുപിടിക്കുന്നത് എങ്ങനെ? എ ഷോപ്പ് കീപ്പർ സോൾഡ് സാരീസ് അറ്റ് ₹266 ഈച്ച് ആഫ്റ്റർ ഗീവിങ് 5% ഡിസ്കൗണ്ടിന് ശേഷമുള്ളതാണ്. ഹാഡ് ഹി നോട്ട് ഗിവൺ ദ ഡിസ്കൗണ്ട് ഹി വുഡ് ഹാവ് ഏൺഡ് എ പ്രോഫിറ്റ് ഓഫ് 12% ഓൺ ദി കോസ്റ്റ് പ്രൈസ്. വാട്ട് വാസ് ദി കോസ്റ്റ് പ്രൈസ് ഓഫ് ഈച്ച് സാരി? വി ഹാവ് ലേബിൾഡ് പ്രൈസ് ഇസഡ് ഈസ് ഈക്വൽ ടു 266, ഡിസ്കൗണ്ട് D ഈക്വൽ ടു 5%, പ്രോഫിറ്റ് P ഈസ് ഈക്വൽ ടു 12%. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 സ്ക്വയർ ഇൻറ്റു ഇസഡ് ഡിവൈഡ് ബൈ 100 മൈനസ് D ഇൻറ്റു 100 പ്ലസ് ബി. ഈ ഗെറ്റ് ദ പ്രൈസ് ഓഫ് ഈച്ച് സാരി 250 എന്ന് കിട്ടും. ഓക്കെ, അപ്പം 12% ഇയാൾ ഡിസ്കൗണ്ട് കൊടുത്തില്ലായിരുന്നു എങ്കിൽ 12% അയാൾക്ക് ലാഭം. അതെനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട് ലാസ്റ്റത്തെ പ്രോബ്ലം. അത് ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് പറയാവേ.